ശരീരത്തിൽ കരിയും മണ്ണും തേച്ച് കയ്യിൽ നാടൻ തോക്കും കുന്തങ്ങളും അമ്പുകളുമായി 7 പേരടങ്ങുന്ന ഒരു സംഘം വനത്തിനുള്ളിലൂടെ മൃഗങ്ങളെ വേട്ടയാടുവാൻ വേണ്ടി പോകുകയാണ്. നീളൻ മുടികളും നീളൻ താടികളും ചുവന്ന കണ്ണുകളും ചുവന്ന് കറുത്ത പല്ലുകളും പ്രാകൃതമായ രൂപങ്ങൾ. ഇതായിരുന്നു ആ വനത്തിലൂടെ സഞ്ചരിച്ച അവരുടെ രൂപം. അരയ്ക്ക് കീഴ്പോട്ട് മാത്രം വസ്ത്രം കൊണ്ട് അവർ മറച്ചിരിക്കുന്നു. മണ്ണും തടിയും വൈക്കോലും മുളങ്കമ്പുകളും കൊണ്ട് നിർമ്മിച്ച കുടിലുകൾ, ഗ്രാമങ്ങൾ, ഇവിടെയാണ് അവർ താമസിക്കുന്നത്. ഏകദേശം 25-30 കുടിലുകൾ മാത്രമുള്ള ഒരു ചെറിയ സമൂഹത്തിൽപ്പെട്ടവരാണ് ഇവർ. വനത്തിലേക്ക് പോയി തേൻ ശേഖരിച്ചും നായാടിയുമാണ് അവർ ജീവിക്കുന്നത്. പിന്നെ വനം കനിഞ്ഞു നൽകുന്ന കാട്ടുകിഴങ്ങുകളും മറ്റ് കായ്കനികളും ഭക്ഷിക്കുകയും ചെയ്യും. അതല്ലാതെ അവർക്ക് അവിടെ ജീവിക്കുവാൻ മറ്റൊരു ഉപജീവന മാർഗവുമില്ല. പിന്നെ ചിലർ അടുത്തുകൂടി ഒഴുകുന്ന പുഴയിൽ നിന്നും മത്സ്യങ്ങളെയും പിടിക്കാറുണ്ട്. ആധുനികമായ മനുഷ്യരുടെയോ ഒരു പുരോഗതിയിലേക്കും എത്താത്ത തികച്ചും വന്യമായ ജീവിതം ജീവിക്കുന്ന കുറച്ച് പച്ചയായ മനുഷ്യർ. നാടുമായി അവർക്കുള്ള ആകെ ബന്ധമെന്നത് തേനും മറ്റ് ചില വസ്തുക്കളും വിൽക്കാൻ പോകുകയും വാങ്ങിക്കൊണ്ടുവരികയും ചെയ്യുക എന്നത് മാത്രമാണ്. പിന്നെ വനം കയറി അവിടേക്കെത്തുന്ന ആളുകൾക്ക് വേണ്ട സഹായവും അവർ ചെയ്തു കൊടുക്കുന്നു. കൂടുതലും വേട്ടക്കാരാണ് അവരുടെ സഹായത്തിന് വേണ്ടി അവിടേക്ക് എത്തുന്നത്. പിന്നെ അവർ നൽകുന്ന സമ്മാനങ്ങളും അവർ വാങ്ങിക്കുകയും ചെയ്യും. ഇതെല്ലാമാണ് അവരുടെ ജീവിതം. വനവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ, വനത്തെപ്പറ്റി അവരുടെ കൈരേഖ പോലെ അറിയാവുന്നവർ. നാട്ടിൻപുറങ്ങളിലെ ആളുകൾ പറയും, വനത്തിൽ ജീവിക്കുന്ന ഇവർക്ക് മൃഗങ്ങളുടെ ഭാഷ പോലും മനസ്സിലാകുമെന്ന്. ഒരു പക്ഷേ അത് ശരിയായിരിക്കാം. വനത്തിലൂടെ സഞ്ചരിക്കുന്ന ഇവർക്ക് മൃഗങ്ങളുടെ ഭാഷയും വശമായിരിക്കാം. അവ പോകുന്നതും അവയുടെ കരച്ചിലിൽ നിന്നും അവയുടെ കാലടയാളങ്ങളിൽ നിന്ന് പോലും അവർക്ക് അവ പോയിരിക്കുന്ന ദൂരവും വേഗതയും ഭാരവും പറയുവാൻ സാധിക്കും. അങ്ങനെയുള്ളവരും അവരുടെ കൂട്ടത്തിലുണ്ട്. വനത്തിലൂടെ മൃഗങ്ങളെ അന്വേഷിച്ചു പോയ ആ സംഘം ഏകദേശം ഉച്ച കഴിഞ്ഞതോടെ വനത്തിനുള്ളിലെ ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിലേക്ക് വിശ്രമിക്കുവാൻ വേണ്ടിയിരുന്നു. 7 പേരടങ്ങുന്ന സംഘം. അതിൽ 3 പേർ മാത്രമാണ് ആ മരത്തിൻ്റെ ചുവട്ടിലിരുന്നത്. ബാക്കിയുള്ളവർ അടുത്തുകൂടി ഒഴുകുന്ന ആ ചെറു അരുവിയുടെ കരയിലേക്ക് പോയി വെള്ളം കുടിക്കുകയും മുഖം കഴുകുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കെ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നവർ ഉച്ചത്തിൽ നിലവിളിച്ചു. ബാക്കിയുള്ളവർ അവിടേക്ക് ഓടിച്ചെന്നു. അവിടെ കണ്ട കാഴ്ച അതവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അത്രയും ഭയാനകമായ കാഴ്ചയായിരുന്നു സമ്മാനിച്ചത്. അത് ഇങ്ങനെയാണ്. മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ 7 പേരടങ്ങുന്ന സംഘത്തെ നയിച്ചുകൊണ്ടിരുന്നത് ബഡോലി എന്ന ഒരാളാണ്. അയാളുടെ കൈവശം മാത്രമാണ് ഒരു തോക്കുണ്ടായിരുന്നത്. കൂടെയുള്ള മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുന്ന ഒരുത്തൻ്റെ കയ്യിലേക്ക് ആ തോക്ക് കൊടുത്തിട്ട് അദ്ദേഹവും ആ അരുവിയിലേക്ക് പോയിരുന്നു. ഉച്ചത്തിലുള്ള നിലവിളി കേട്ടാണ് അവർ ഓടിയെത്തിയത്. അവർ കണ്ട കാഴ്ച ഇതാണ്. ഒരു മനുഷ്യൻ്റെ വികൃതമായ രൂപം. അതിൻ്റെ അരഭാഗത്തിൻ്റെ മുകളിലേക്കുള്ള ഭാഗം നിലത്ത് വീണ് കിടക്കുന്നു. അതിൽ നിന്നും ഒലിച്ചിറങ്ങിയ രക്തം തോക്ക് കയ്യിൽ കൊടുത്തവൻ്റെ മുഖത്തും തലയിലുമെല്ലാം വീണിരിക്കുന്നു. അവൻ ഭയം കൊണ്ട് വിറയ്ക്കുകയാണ്. വികൃതമായ ആ രൂപത്തിൻ്റെ പകുതി ഭാഗം അവർ ഇരുന്നിരുന്ന മരത്തിന് മുകളിൽ തങ്ങി നിൽക്കുന്നതും അവർ കണ്ടു. ഏതോ വന്യജീവി ആഹരിച്ച് മിച്ചം വന്നതിൻ്റെ ബാക്കി ഭാഗമാണിത്. മുഖവും ശരീരമാംസങ്ങളുമെല്ലാം അത് ആഹരിച്ചിരിക്കുന്നു. ചെറുതായി ദുർഗന്ധവും ആ ശരീരഭാഗത്തിൽ നിന്നും വരുന്നുമുണ്ടായിരുന്നു. അവിടെ നിന്നവരിൽ ഒരാൾ മരത്തിന് മുകളിലേക്ക് പോകുകയും ബാക്കി ഭാഗം കൂടി നിലത്തേക്ക് ഉന്തിയിടുകയും ചെയ്തു. അതും വികൃതമായിരുന്നു. അതിൽ നിന്നും മാംസം ആഹരിച്ചതിൻ്റെ പാടുകൾ കാണുവാൻ സാധിച്ചു. കൈകളും കാലുകളും മാത്രം സാരമായ പരുക്കുകളോടെ അവിടെ കണ്ടു. ബാക്കി ഭാഗങ്ങൾ അത്രയും ആ ജീവി ആഹരിച്ചു കഴിഞ്ഞിരുന്നു. ശരീരം ആരുടേതാണെന്ന് പോലും തിരിച്ചറിയുവാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു അതവിടെ കിടന്നിരുന്നത്. പിന്നെ ഒട്ടും വൈകാതെ വനത്തിൽ റോഞ്ച് ചുറ്റിക്കൊണ്ടിരുന്ന വനപാലകരെ ഇവർ ഈ വിവരം അറിയിച്ചു. ശരീരം കിടക്കുന്ന ഭാഗവും പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ പ്രേതത്തെ അന്വേഷിച്ച് വനപാലകരും അവിടേക്കെത്തി. അക്ഷരാർത്ഥത്തിൽ അവർ ഞെട്ടിപ്പോയി. ഇങ്ങനെ ഒരാൾ വനത്തിൽ കാണാതായതിനെക്കുറിച്ച് ഇതുവരെയും അവരുടെ പക്കൽ ഒരു കംപ്ലൈൻറ്റ് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. ശരീരം അവിടെ നിന്നും എടുത്ത് അടുത്തുണ്ടായിരുന്ന ഒരു പ്രാഥമിക കേന്ദ്രത്തിലേക്ക് അവർ മാറ്റി. പിന്നെ ദിവസങ്ങൾക്കപ്പുറം അത് മറവ് ചെയ്യുകയും ചെയ്തു. 2-3 ദിവസമായിട്ടും അതിനെ അന്വേഷിച്ച് ആരും വരാത്തതിനെ തുടർന്നാണ് അനാഥമായ ആ പ്രേതത്തെ അവർ മറവ് ചെയ്തത്. വീണ്ടും ഒരു ചോദ്യം അവിടെ ഉയർന്നു. ഇതിന് പിന്നിലെ
പ്രതി ആരാണ്? ഇതിനു പിന്നിൽ ഒരു പുലിയാണെന്നും മാത്രമുള്ള കാര്യമാണ് അവർക്കറിയുവാൻ സാധിച്ചത്. മറ്റൊരു വിവരവും അവർക്ക് അന്നത്തെ ദിവസം വരെയും അറിയുവാൻ സാധിച്ചില്ല. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ഡെക് ഫെൻച്ച് ലൊവോസിയുടെ ഒരു പുലിയെ വേട്ടയാടിയ കഥയാണ്. നീലഗിരി മലനിരകളിലെ ഒരു കരിമ്പുലിയെ വേട്ടയാടിയ കഥ. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. വനത്തിന്റെ സമീപത്ത് ഒരുപാട് ദൂരെ അല്ലാത്ത ഒരു ചെറിയ ഗ്രാമം സ്ഥിതി ചെയ്യുന്നുവെന്ന് കഥയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? അങ്ങനെ സ്ഥിതി ചെയ്യുന്ന ആ ഗ്രാമത്തിലേക്ക് ഒരു സംഘം പോലീസുകാർ എത്തിയിരുന്നു. വനത്തിൽ വെച്ച് കൊല്ലപ്പെട്ട ആൾ ആരാണെന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയായിരുന്നു അവർ അവിടേക്ക് എത്തിയത്. ഗ്രാമത്തിൽ വേണ്ട രീതിയിലുള്ള തിരച്ചിൽ അവർ നടത്തി. അറിയാവുന്നവരോടെല്ലാം അതിനെപ്പറ്റി പറയുകയും ചെയ്തു. അവരെല്ലാം ഒരുപോലെ പറയുന്നത് ഇത് തന്നെയാണ്. ഇവിടെയുള്ള ഗ്രാമത്തിൽ നിന്നും ആരും തന്നെ വനത്തിലേക്ക് പോയിട്ടില്ല എന്നും ആരെയും കാണാതായിട്ടില്ല എന്നുമെല്ലാമാണ്. എന്നാൽ ഒരാൾ മാത്രം ഒരു കാര്യം അവരോട് പറയുകയുണ്ടായി. ഏകദേശം 2-3 ദിവസങ്ങൾക്ക് മുന്നേ മറ്റേതോ ഒരു ഗ്രാമത്തിൽ നിന്നും ഒരാൾ ഇവിടേക്ക് എത്തിയിരുന്നു. അയാൾ ചോദിച്ചത്, ഈ വനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കിഴക്കാൻ തൂക്കായി നിൽക്കുന്ന ഒരു ചെറിയ മലയുണ്ട്, അതിന് മുകളിലേക്ക് എത്തിച്ചേരുവാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ഞാൻ അവിടേക്ക് പോകേണ്ട വഴി വളരെ കൃത്യമായി തന്നെ അയാൾക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ സമയം ഒട്ടും കളയാതെ തന്നെ അയാൾ ആ വനപാതയിലൂടെ അത് ലക്ഷ്യമാക്കി നടന്നു നീങ്ങുകയും ചെയ്തു. ഒരു പക്ഷേ അയാളായിരിക്കാം നിങ്ങൾ അന്വേഷിക്കുന്ന ആ ശരീരത്തിനുടമ. പിന്നീട് ഇതുവരെയും അയാൾ ഇവിടേക്ക് തിരിച്ചു വന്നിട്ടില്ല. അയാൾ എവിടെ നിന്നുമാണ് വന്നിരിക്കുന്നത്, എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്നൊന്നും ഞങ്ങൾക്കാർക്കും അറിയുകയില്ല. അതുകൊണ്ട് തന്നെ അയാളെ അന്വേഷിച്ച് ആരും വരുമെന്ന് ഒരു തോന്നലും നിങ്ങൾക്ക് വേണ്ട, പോലീസുകാരോട് ആ ഗ്രാമത്തിലുള്ളവർ പറഞ്ഞു. എന്നാൽ അങ്ങനെയായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ശരീരം മറവ് ചെയ്ത് ഏകദേശം ഒരാഴ്ചയ്ക്കപ്പുറം കാണാതായി എന്ന് പറയപ്പെടുന്ന ആ ചെറുപ്പക്കാരന്റെ നാട്ടിൽ നിന്നും 2 സുഹൃത്തുക്കൾ അദ്ദേഹത്തെ അന്വേഷിച്ച് ഇപ്പോൾ പോലീസുകാർ അന്വേഷിച്ചിട്ട് പോയ ആ ഗ്രാമത്തിലേക്ക് എത്തിയിരുന്നു. അവർ അവരോട് പറഞ്ഞത്, ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും ഒരാൾ ഇവിടേക്ക് വന്നിരുന്നു, ഇവിടുത്തെ വനത്തിലെ കിഴക്കാൻ തൂക്കായി നിൽക്കുന്ന മലയിലേക്ക് പോകാനാണെന്ന് പറഞ്ഞാണ് അവിടെ നിന്നും പുറപ്പെട്ടത്. അവിടെ എന്തോ ഔഷധ സസ്യമോ എന്തൊക്കെയോ ഉണ്ട് എന്നാണ് അവൻ പറഞ്ഞത്. എന്നാൽ ഒരാഴ്ചയായിട്ടും അവനെ കാണാത്തതിനെ തുടർന്നാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ കണ്ടുപോ എന്ന ചോദ്യമാണ് അവർ ഉന്നയിച്ചത്. എന്നാൽ ആ ഗ്രാമത്തിലെ ഉള്ളവർ അവരെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് തിരികെ അവരുടെ ഗ്രാമത്തിലേക്ക് വിട്ടു. അയാളെ ഇനിയും അന്വേഷിക്കേണ്ട, അയാൾ ഇനിയും ഒരിക്കലും മടങ്ങി വരികയില്ല, ഒരിക്കലും മടങ്ങി വരാൻ പറ്റാത്ത ലോകത്തേക്ക് അയാൾ പോയിരിക്കുന്നു എന്നിങ്ങനെയുള്ള വാർത്തകളാണ് അവിടെ ഉള്ളവർക്ക് അവരോട് പറയുവാൻ സാധിച്ചത്. അവർ അടുത്തുള്ള വനപാലകരെയും പോലീസുകാരെയും സമീപിച്ചുവെങ്കിലും അവർക്കും ഇത് തന്നെയാണ് പറയുവാനുണ്ടായിരുന്നത്. ഇത്രയൊക്കെ ആയിട്ടും അതിന് പിന്നിലെ കൊലയാളിയെ കണ്ടുപിടിക്കുവാൻ മാത്രം വനപാലകർക്കോ പോലീസുകാർക്കോ സാധിച്ചില്ല. എന്നാൽ കൊടുന്നനെ ഒരു ദിവസം ഗ്രാമത്തിൽ നിന്നും കന്നുകാലികളെ മേയ്ക്കുവാൻ വേണ്ടി വനത്തിലേക്ക് പോയ ഒരാൾ ഒരു ദൃശ്യം കാണുകയുണ്ടായി. അത് ഇങ്ങനെയാണ്. വൈകുന്നേരമായപ്പോഴേക്കും കന്നുകാലികളെ തെളിച്ചുകൊണ്ട് അയാൾ വരികയായിരുന്നു. അപ്പോൾ വനത്തിന്റെ ഒരു ഭാഗത്തു നിന്നും ഒരു മുരൾച്ച അയാൾ കേട്ടു. അതിനു പിന്നാലെ വനപാത മുറിച്ചു കടന്നുകൊണ്ട് ഒരു കറുത്ത രൂപം മറുവശത്തെ കുറ്റിക്കാട് നിറഞ്ഞ പ്രദേശത്തേക്ക് പോകുന്നതായി അയാൾ കണ്ടു എന്നാണ് പറഞ്ഞത്. അതിന് പുലിയുടെ രൂപസാദൃശ്യമുണ്ടെന്നും അയാൾ പറഞ്ഞു. ഞാൻ ഈ കാഴ്ച കാണുന്നത് കുറച്ചുകൂടി ഇരുട്ടിയാണെങ്കിൽ ഒരിക്കലും അതിനെ കാണാൻ സാധിക്കുകയില്ല എന്നും അയാൾ പറയുകയുണ്ടായി. അങ്ങനെ കറുത്ത രൂപമുള്ള ഒരു പുലിയെയാണ് താൻ കണ്ടതെന്നും അവരോട് പറഞ്ഞു. അതോടെ അവിടുത്തെ ആളുകൾ അക്ഷരാർത്ഥത്തിൽ ഭയന്നു. കരിമ്പുലിയോ എന്ന ചോദ്യമാണ് അവിടെ ഉയർന്നത്. അതിനെ ചുറ്റിപ്പറ്റി ധാരാളം മിത്ത് കഥകൾ ആ ഗ്രാമത്തിൽ പണ്ട് തൊട്ട് ഉയർന്നു വന്നതാണ്. ഒരിക്കലും ഇങ്ങനെയുള്ള പുലികൾ ഉൾവനങ്ങളിൽ നിന്നും പുറത്തേക്ക് വരാറില്ലല്ലോ. ഇപ്പോൾ എന്തിനായിരിക്കാം ആ ജീവി പുറത്തേക്ക് വന്നിരിക്കുന്നത്? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും അവിടെ ഉയർന്നു. ഈ വിവരം വനപാലകരെ അറിയുക കൂടി ചെയ്തു. എന്നാലും ഒരു സംശയം മാത്രം അവിടെ ഉയർന്നു നിന്നു. ഇനിയും ഇപ്പോൾ ഇവനായിരിക്കുമോ വനത്തിലേക്ക് കയറിപ്പോയ അദ്ദേഹത്തെ പിടികൂടി ആഹാരമാക്കിയത്? ഏകദേശം ഒരാഴ്ചയ്ക്കപ്പുറം അതിനുള്ള ഉത്തരവും അവരെ തേടി തന്നെ എത്തി. നമ്മൾ മുന്നേ പറഞ്ഞ വനത്തിനുള്ളിലേക്ക് നമുക്കിനിയും പോകാം. വനത്തിനുള്ളിലെ ആദിവാസി ഊരിലേക്കാണ് നമ്മൾ പോകുവാൻ പോകുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നുവല്ലോ, അവിടുത്തെ ആളുകൾ
ഉപജീവന മാർഗമായി കാണുന്നത് വേട്ടയാടലുകളും തേൻ ശേഖരണവും മത്സ്യബന്ധനവും എല്ലാമാണെന്ന്, അങ്ങനെ അവിടെ നിന്നും തേൻ ശേഖരിക്കുവാൻ പോയ ഒരു യുവാവിനെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. അവനെ തേടിപ്പോയവർക്ക് മറ്റൊരു കാഴ്ച കാണുവാൻ സാധിച്ചു. അവൻ തേൻ ശേഖരിക്കുവാൻ കീറിയ മരത്തിനു മുകളിൽ അവൻ്റെ ശരീരം ഒരു കരിമ്പുലി ആഹരിക്കുന്നത്. അത് കണ്ടതും അക്ഷരാർത്ഥത്തിൽ അവർ ഭയന്ന് വിറച്ചു. കറുത്ത രൂപം, അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുവന്റെ ശരീരം കടിച്ചു പറിച്ച് തിന്നുന്ന കാഴ്ച. മരത്തിന് മുകളിൽ ഇരുന്നു കൊണ്ട് അവർ അവരുടെ കൈവശം ഉണ്ടായിരുന്ന അമ്പുകളും കുന്തങ്ങളും അതിനുമേൽ വലിച്ചെറിഞ്ഞുവെങ്കിലും അത് എങ്ങോട്ടോ ഓടി മറയുകയായിരുന്നു. അത് ഓടി മറഞ്ഞ പിന്നാലെ തന്നെ മരത്തിൽ നിന്നും പാതി ആയിരിച്ച് അവൻ്റെ ശരീരം നിലത്തേക്ക് വന്നു വീണു. ശരീരത്തിൽ ജീവന്റെ അവശേഷിപ്പുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കഴുത്ത് കടിച്ചു മുറിച്ച അവസ്ഥയിലും വയറുഭാഗം മുഴുവൻ ആഹരിച്ച അവസ്ഥയിലുമായിരുന്നു. നടുക്കുന്ന കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ച അവർ വനപാലകരെ വിവരമറിയിക്കുകയും പോലീസുകാരും വനപാലകരും സ്ഥലത്തെത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ആ ശരീരം വഹിച്ചുകൊണ്ട് അവർ അവരുടെ ഊരിലേക്ക് പോയത്. ഇതായിരുന്നു അവിടെ അരങ്ങേറിയ രണ്ടാമത്തെ സംഭവം. കരിമ്പുലിയാണ് ഇവിടുത്തെ പ്രസ്തുത പ്രതി എന്നറിഞ്ഞ വനപാലകരും സംഘവും അവനെ പിടിക്കുവാൻ പല ട്രാപ്പുകളും വനത്തിനുള്ളിൽ ഒരുക്കി വെച്ചു. എന്നാൽ അതിലൊന്നും ആ കരിമ്പുലി പെട്ടതുമില്ല. അങ്ങനെയൊന്നും ആരും അവനെ കണ്ടിട്ടുമില്ല. ഈ വാർത്ത അടുത്തുണ്ടായ ഗ്രാമത്തിലും ഒരു കാട്ടുതീ പോലെ പടർന്നു പിടിച്ചിരുന്നു. ഗ്രാമത്തിൽ ഇതിനു മുന്നേ തന്നെ അനിഷ്ട സംഭവങ്ങൾ പലതുമുണ്ടായി. കന്നുകാലികളെയും വളർത്തുമൃഗങ്ങളെയും പിടിക്കുന്നത് ഗ്രാമത്തിൽ തുടർക്കഥയായി. എങ്കിലും ഗ്രാമത്തിൽ നിന്നും ഒരു മനുഷ്യജീവൻ പോലും നഷ്ടമായില്ല. അവിടെയും സംശയത്തിന്റെ പുൽനാമ്പുകൾ മുളയിട്ടു. കാരണം മറ്റൊന്നുമല്ല, വനത്തിലിറങ്ങി മനുഷ്യനെ ആഹാരമാക്കുന്ന ആ കരിമ്പുലി തന്നെയായിരിക്കുമോ ഗ്രാമത്തിലെ ആടുമാടുകളെയും വളർത്തുമൃഗങ്ങളെയും പിടിക്കുന്നത് എന്ന ചോദ്യമായിരുന്നു, അല്ലെങ്കിൽ എന്ന സംശയമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഉണ്ടായിരുന്നത്. എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ കുറേ നേരം അവർ അതിനെ പിടിക്കുവാൻ വേണ്ടി പണിപ്പെട്ടുവെങ്കിലും അവർക്കൊന്നും അതിനെ പിടിക്കുവാൻ പറ്റിയില്ല. നമ്മൾ ആദ്യമേ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ, ഒരു വഴിയാത്രക്കാരനെ വനത്തിലേക്ക് കിഴക്കാൻ തൂക്കായ ആ മലനിരയിലേക്ക് പോയ ഒരാളുടെ കാര്യം. അയാളെ തിരക്കി 2 കൂട്ടുകാർ വന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. അവർ തിരികെ ഗ്രാമത്തിലേക്ക് ചെല്ലുകയും അവരുടെ സുഹൃത്തായ ഒരു പോർച്ചുഗീസുകാരനോട് കാര്യം പറയുകയും ചെയ്തു. അദ്ദേഹം ഒരു വേട്ടക്കാരനാണ്. ഇന്ത്യൻ വനങ്ങളിൽ അലഞ്ഞു നടക്കുകയും നിരവധി മൃഗങ്ങളെ വേട്ടയാടുകയും ചെയ്ത് അതിനെ വിപണിയിൽ എത്തിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യാപാരി കൂടിയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ഫെഞ്ച് ലവോസി. അദ്ദേഹത്തെ നമുക്ക് ഫെഞ്ച് എന്ന് വിളിക്കാം. ഫെഞ്ചിനിടയ്ക്ക് പോകുകയും കാര്യം പറയുകയും ചെയ്തു. കാരണം ഫെഞ്ചിന് വേണ്ടിയാണ് അയാൾ കിഴക്കാൻ തൂക്കായ കുന്നിലേക്ക് പോയത്. കിഴക്കാൻ തൂക്കായ ആ മലനിരകളിലൂടെ ഒരു ചെറിയ അരുവി ഒഴുകി പോകുന്നുണ്ട്. അത് കുറേ ദൂരം മുന്നിലേക്ക് ചെന്ന് കഴിഞ്ഞ് ഒരു തടാകത്തിൽ വന്ന് ചേരുന്നു. പിന്നീട് അവിടെ നിന്നുമാണ് പലയിടങ്ങളിലേക്കും ഒഴുകിപ്പോകുന്നത്. അങ്ങനെയുള്ള ആ വലിയ തടാകത്തിന്റെ കരകളിൽ നിരവധി മൃഗങ്ങൾ വെള്ളം കുടിക്കുവാനും മറ്റും വരും. പക്ഷികളും മൃഗങ്ങളും എല്ലാം. അങ്ങനെയുള്ള ആ തടാകം ലക്ഷ്യമാക്കിയായിരുന്നു അയാൾ പോയത്. ഫെഞ്ച് പറഞ്ഞു, നിർഭാഗ്യം എന്ന് പറയട്ടെ, അതുകൊണ്ട് മാത്രമാണ് അവന് ഈ ഗതി വന്നത്. അവൻ എന്നോട് ചോദിച്ചിരുന്നു. എന്നോട് പറഞ്ഞതിന് ശേഷമാണ് അവിടേക്ക് പോയത്. മൃഗങ്ങളെ ട്രാക്ക് ചെയ്യുവാൻ അവൻ എൻ്റെ ഒരു വിശ്വസ്തനായിരുന്നു, ട്രാക്കറായിരുന്നു. ഏത് മൃഗത്തെയും എത്ര ദൂരം വേണമെങ്കിലും ട്രാക്ക് ചെയ്ത് പോകുവാനുള്ള കഴിവ് അവനുണ്ട്. എന്നാൽ ആ വനം അവന് അപരിചിതമാണ്. എന്തിനാണ് പിന്നീട് അത്രയും അപരിചിതമായ ആ വനത്തിലേക്ക് അവൻ പോയതെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ അവിടെ നിന്നും പിടികൂടുന്ന മൃഗങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം ഓർത്തിട്ടായിരിക്കാം. എന്തായാലും അവനെ പിടികൂടിയ മൃഗത്തെ വേട്ടയാടുക എന്ന ചുമതല ഇപ്പോൾ എന്നിൽ നിശബ്ദമാണ്. കാരണം എനിക്ക് വേണ്ടി ഒരുപാട് ജോലികൾ അവൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സഹായവും. ഇതെങ്കിലും അവന് വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഫെഞ്ച് നമ്മൾ മുന്നേ പറഞ്ഞ ആ ഗ്രാമത്തിലേക്ക് ചെന്നു. അയാൾ അവിടുത്തെ ഗ്രാമമുഖിനെ കാണുകയും സ്വയമേ തന്നെ പരിചയപ്പെടുത്തുകയും ചെയ്തു. തൻ്റെ പേര് ഫെഞ്ച് എന്നാണെന്നും പോർച്ചുഗീസുകാരനാണെന്നും വർഷങ്ങളായി ഇന്ത്യയിൽ താമസിച്ചു വരികയാണെന്നുമെല്ലാം അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുവാൻ അവിടുത്തെ ആളുകൾ സന്നദ്ധത കാണിച്ചു. അയാൾക്ക് പറ്റിയ ഒരു ട്രാക്കറെ ഗ്രാമത്തലവൻ അയാൾക്ക് നൽകി. പിറ്റേ തൊട്ട് തന്നെ ആ ജീവിയെ അന്വേഷിച്ചുള്ള യാത്ര അവർ തുടർന്നു. തലേ ദിവസവും ഗ്രാമത്തിലെ
ഒരു വളർത്തുനായയെ ആ പുലി പിടിച്ചിരുന്നു. ആദ്യം അതിനെ ട്രാക്ക് ചെയ്ത് വനത്തിലേക്ക് പോകുകയായിരുന്നു അവർ ചെയ്തത്. ഗ്രാമത്തിൽ നിന്നും ഏകദേശം 1.5-2 മൈലോളം വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ച് തെക്ക് ദിശയിലേക്കാണ് പോയത്. തെക്ക് ദിശയിലെ ഇടതൂർന്ന മരങ്ങൾക്കിടയിൽ കുറ്റിച്ചെടികളും പുല്ലുകളും ഇടപിരിഞ്ഞ് മുന്നിലേക്ക് പോകുന്നു. പുതിയൊരു പാത തന്നെ ഞങ്ങൾക്ക് അവിടെ സൃഷ്ടിക്കേണ്ടതായി വന്നു. പുല്ലുകളിലും മറ്റും അവൻ പിടിച്ചുകൊണ്ടുപോയ ആ മൃഗത്തിന്റെ രക്തത്തുള്ളികൾ പറ്റിയിരിക്കുന്നത് കണ്ടുകൊണ്ടാണ്, ആ ട്രാക്കിനെ പിന്തുടർന്നുകൊണ്ടാണ് ഞങ്ങൾ മുന്നിലേക്ക് പോയത്. ഏറെ ദൂരെയല്ലാതെ, ഞങ്ങളുടെ പാതയിൽ നിന്നും വ്യതിചലിക്കാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മരത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഒരു പുള്ളിപ്പുലി അതിനെ ആഹരിക്കുന്ന ചിത്രം ഞങ്ങൾ അത്യാവശ്യം അടുത്തുനിന്ന് തന്നെ കണ്ടു. ഞങ്ങളെ അവൻ കണ്ടില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. വലിയൊരു മരത്തിന്റെ വിശാലമായ ഒരു കൊമ്പിലിരുന്നു കൊണ്ട് താൻ പിടികൂടിയ ആടിനെ അവൻ ആസ്വദിച്ച് കഴിയുകയാണ്. ഗ്രാമത്തിലെ ഉള്ള ആളുകൾ പറഞ്ഞത് പ്രകാരം അതൊരു കരിമ്പുലി ആയിരുന്നില്ല, സാധാരണ ഒരു പുലിയാണ്. കാഴ്ചയിൽ തന്നെ എനിക്ക് മനസ്സിലായി അവൻ ഏകദേശം 7 അല്ലെങ്കിൽ 6 വയസ്സിനോടടുത്ത് പ്രായമുണ്ട്. ചുറുചുറുക്ക്, പിന്നെ അവൻ്റെ ശരീരത്തിലെ തിളക്കമാർന്ന ആ മഞ്ഞ നിറം, കറുത്ത പുള്ളികൾ, ഇവയുടെ തിളക്കവും പ്രസരിപ്പും അവൻ്റെ പ്രായം എടുത്തു കാട്ടാൻ പോകുന്നവയായിരുന്നു. താഴെ ഇരുന്നു കൊണ്ട്, മുട്ടുകാലിൽ ഇരുന്നു കൊണ്ട് ഞാൻ എൻ്റെ റൈഫിൾ റീലോഡ് ചെയ്തു. പിന്നെ മുകളിലേക്ക് എൻ്റെ തോക്ക് ചരിച്ചു വെച്ചുകൊണ്ട് അവൻ്റെ തലയിലേക്ക് തിര തറച്ചു കയറുന്ന പാകത്തിൽ ഒരു ഷോട്ട് കൊടുത്തു. കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം കൊണ്ട് തിര കൃത്യം അവൻ്റെ താടിയിൽ തുളച്ച് തലച്ചോറിലേക്ക് പ്രവേശിച്ച് കാണണം. നിമിഷങ്ങൾ കൊണ്ട് മരത്തിലിരുന്ന പുലി നിലത്തേക്ക് നിലം പതിച്ചു. അനക്കം പൂർണ്ണമായും അവസാനിച്ചു. ഒരു പുലി തന്നെയായിരുന്നു അവൻ. അവനെ ഞാനൊന്ന് പരിശോധിച്ചു. അവൻ്റെ ശരീരത്ത് വേണ്ട രീതിയിലുള്ള പരിക്കുകളോ മറ്റൊന്നും. പിന്നീട് എങ്ങനെയാണ് അവൻ സ്വാഭാവികമായ വേട്ടയാടലിനെ വിട പറഞ്ഞുകൊണ്ട് ഗ്രാമത്തിലേക്ക് ഇറങ്ങിയതെന്നും ഗ്രാമത്തിലെ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതെന്നും എനിക്കറിയുവാൻ സാധിച്ചില്ല. അങ്ങനെ ഈ ഗ്രാമത്തിലെ ആളുകളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഞാൻ കണ്ടു. അവിടെ നിന്നും തിരികെ ഞാൻ ഗ്രാമത്തിലേക്ക് മടങ്ങുകയും ഗ്രാമത്തിലവനോട് കാര്യം പറയുകയും ചെയ്തു. നിങ്ങൾ ഉദ്ദേശിച്ച പുലി ആയിരുന്നില്ല ഇവനെന്നും ഇത് മറ്റൊരുവനായിരുന്നു എന്നും നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് ആ നരഭോജി എത്തിയിട്ടില്ല എന്നും ഞാൻ അവരോട് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് അവിടുത്തെ ആളുകൾക്ക് മനസ്സിൽ ഒരു ആശ്വാസം വന്നത്. ആ കന്നുകാലിയെ നയിച്ചുകൊണ്ട് വനത്തിലേക്ക് പോയ അയാളെ ഞാൻ ഒന്നുകൂടി ചോദ്യം ചെയ്തു. അയാൾ പറഞ്ഞു, ഞാൻ കണ്ടത് ആ കരിമ്പുലിയെ തന്നെയാണ്. അവൻ എന്നെ കണ്ടിരുന്നില്ല. ഞാനും അവനും തമ്മിലുള്ള ദൂരം ഏകദേശം 500 അടിക്കും അകലെയായിരുന്നു. എങ്കിലും എൻ്റെ കണ്ണുകൾ എന്നെ ചതിച്ചിട്ടില്ല. കൃത്യമായി തന്നെ ഞാൻ കണ്ടതാണ്. ഇത്രയും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. ഞാൻ ഗ്രാമത്തലവനോട് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ ആ ട്രാക്കറെ വിളിച്ചുകൊണ്ട് വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആദിവാസി ഊരിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ആദ്യമൊക്കെ അയാൾ വിസമ്മതിച്ചു. എങ്കിലും കൂടെ 2-3 പേരെയും കൂടെ കൂട്ടി അയാൾ എന്നെ പിറ്റേ ദിവസം തന്നെ വനത്തിനുള്ളിലെ ആദിവാസി ഊരിലേക്ക് കൊണ്ടുപോയി. അവിടെ കണ്ട കാഴ്ച വളരെ ദയനീയമായിരുന്നു. അവർ ഭയന്നാണ് അവിടെ ജീവിക്കുന്നത്. ഞാൻ ചെല്ലുമ്പോൾ എനിക്കറിയുവാൻ സാധിച്ചത് തലേ ദിവസം ആ കരിമ്പുലി ഗ്രാമത്തിന് സമീപത്ത് വന്നിരുന്നുവെന്നും ഗ്രാമത്തിലെ കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയെ പിടികൂടി കൊണ്ടുപോയി എന്ന വാർത്തയുമായിരുന്നു. അവനെ വളരെ വ്യക്തമായി തന്നെ അവൻ്റെ മാതാവ് കണ്ടു എന്നും അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഞങ്ങൾക്കരികിലേക്ക് വന്നു. എന്നാൽ അവരുടെ ഭാഷ മനസ്സിലാക്കുവാൻ എനിക്ക് നല്ല പ്രയാസമായിരുന്നു. എൻ്റെ കൂടെ അവിടേക്ക് വന്ന ഒരാൾ അവരുടെ ഭാഷ എനിക്ക് തർജിമ ചെയ്തു തന്നു. അതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഇതാണ്: ആ നശിച്ച പുലി ഇന്ന് എൻ്റെ മകനെ കൊണ്ടുപോയിരിക്കുന്നു. ഇനിയും നാളെ ആരെയാണ് കൊണ്ടുപോകുക എന്ന് അറിയില്ല. ഞങ്ങളിപ്പോൾ ഇരുട്ടിലാണ്. ഇരുട്ടിലും ഞങ്ങൾക്ക് ഭയമാണ് ഇവിടെ താമസിക്കുവാൻ. കാരണം ഇരുട്ടിൻ്റെ മറവിൽ പതുങ്ങി വരുന്ന അവനെ ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയില്ലല്ലോ. ഞങ്ങളുടെ കൂരകൾ അങ്ങ് കണ്ടില്ലേ? ഇവിടെ കടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് സംരക്ഷണമായി സുരക്ഷിതമായി കിടക്കുവാൻ സാധിക്കുക? ഈയൊരു ചോദ്യമായിരുന്നു അവർ ഉന്നയിച്ചത്. അക്ഷരാർത്ഥത്തിൽ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. എൻ്റെ സുഹൃത്തിൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യുവാനായിരുന്നു ഞാൻ അവിടെ വന്നിരുന്നത് എങ്കിലും അതിലുപരി ഇവരെ സഹായിക്കുക എന്ന നിലയിലേക്ക് അത് മാറിക്കഴിഞ്ഞിരുന്നു. എൻ്റെ ചിന്തകളെ മാറ്റിക്കഴിഞ്ഞിരുന്നു. അവർ എനിക്കും എൻ്റെ കൂടെ അവിടേക്കെത്തിയ സംഘത്തിനും താമസിക്കുവാൻ വേണ്ടി ഒരു കുടിൽ വിട്ടു തന്നു. മുളകളും ചെളിയും വൈക്കോലുകളും കൊണ്ട് നിർമ്മിച്ച ഭിത്തിയും മേൽക്കൂരയുമുള്ള പ്രാകൃത രീതിയിലെ ഒരു കുടിൽ. ചിന്തിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? അതിൽ വെളിച്ചം പകർന്നു നൽകുവാൻ വേണ്ടി
ഒരു റാന്തലും ഉണ്ടായിരുന്നു. റാന്തലിൽ അവർ ഇന്ധനമായി ഉപയോഗിച്ചിരുന്നത് മൃഗങ്ങളുടെ ശരീരത്തിൽ നിന്നും അവർ എടുക്കുന്ന കൊഴുപ്പാണ്. ഞങ്ങൾ 4 പേരും ആ കുടിലിൽ അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടി. നേരം ഇരുട്ടുവാൻ തുടങ്ങിയതോടെ ഊര് ഉറക്കത്തിലേക്കും വനം ഉണർവിലേക്കും കടന്നു. വനത്തിൽ നിന്നും വന്യമൃഗങ്ങളുടെ ഉച്ചയും നിലവിളികളും കേൾക്കുവാൻ കഴിഞ്ഞിരുന്നു. മൂങ്ങകളുടെയും നരികളുടെയും കുറുക്കന്മാരുടെയും ഊരിയിടലുകളും കേഴമാൻ ദൂരെ എങ്ങോ കരയുന്നതിൻ്റെയും അതിന് മറുപടി നൽകുന്നതിൻ്റെയും ശബ്ദങ്ങളും കടുവയുടെ ഗർജനവും ആനയുടെ ചിഹ്നം വിളിയുമെല്ലാം ആ രാത്രിയിൽ അവിടെ ഉയർന്നു കേൾക്കാമായിരുന്നു. കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഊരിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നതെന്ന കാര്യം ഞങ്ങളിലേക്ക് എപ്പോഴും കടന്നു വരുമായിരുന്നു. ആനയെ ദൂരേക്ക് അകറ്റുവാൻ വേണ്ടി ഊരിന് നടുവിലായി അവർ കുറച്ച് വിറക് കഷ്ണങ്ങൾ കൂട്ടിയിട്ട് തീയിടുന്നത് പതിവായിരുന്നു. പ്രകാശം കണ്ടു കഴിഞ്ഞാൽ ആന ഇവിടേക്ക് വരില്ല എന്നതാണ് അവരുടെ വിശ്വാസം. അതേറെക്കുറയും ശരിയുമാണ്. അങ്ങനെ അന്നത്തെ ദിവസം കടന്നുപോയി. പിറ്റേന്ന് തന്നെ ആ പുലി പിടിച്ചുകൊണ്ടുപോയ വഴിയിലൂടെ ഞാനും എൻ്റെ കൂടെ അവിടേക്കെത്തിയ ഒരു ട്രാക്കറും പിന്നെ അവിടുന്ന് ഒരു സഹായിയും കൂടി ഞങ്ങൾ മൂവരും ഒരുമിച്ച് വനത്തിനുള്ളിലേക്ക് പോയി. ആ പുലിയുടെ ട്രാക്കുകൾ പല ഭാഗത്തും മാഞ്ഞു തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പുല്ലുകളിൽ പറ്റിയ രക്തത്തുള്ളികളും ചുവന്ന നിറം വിട്ട് അത് കറുത്ത നിറത്തിലേക്ക് മാറുവാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതായത് സമയം ഒരുപാട് കടന്നു പോയിരിക്കുന്നു. അങ്ങനെ ഏറെ ദൂരം ഞങ്ങൾ സഞ്ചരിച്ച് പുലി പിടിച്ചുകൊണ്ടുപോയ ആ കുട്ടിയുടെ ശരീരം കണ്ടെത്തി. അതിൽ മാംസമെന്ന് പറയുവാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മിച്ചം വന്നത് കുറച്ച് എല്ലും കഷ്ണങ്ങളും കൈപ്പത്തികളും വിരലുകളും മാത്രമായിരുന്നു. അവയെല്ലാം ഒരു ചാക്കിൽ കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് ഗ്രാമത്തിലേക്ക് പോയി. അന്ന് തന്നെ തിരച്ചിൽ അവസാനിപ്പിക്കുകയും ചെയ്തു. വളരെ സങ്കീർണമായ രീതിയിലാണ് ആ പുലി തൻ്റെ ഇരകളെ പിടികൂടുന്നതും വനത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നതും. പല പ്രാവശ്യവും ഇരകളെ കണ്ടെത്തിയത് മരങ്ങൾക്ക് മുകളിൽ നിന്നുമാണെങ്കിൽ ഇക്കുറി കണ്ടെത്തിയത് മരങ്ങൾക്ക് സമീപത്തുള്ള ഒരു കുറ്റിക്കാടിന് ഇടയിൽ നിന്നുമാണ്. അവൻ്റെ കാലടയാളങ്ങൾ ഞാൻ കണ്ടിരുന്നു. കാലടയാളത്തിൽ നിന്നും അവൻ്റെ വലിപ്പം ഞാൻ ഊഹിച്ചെടുത്തു. ഏകദേശം 10-ന് മുകളിൽ പ്രായം അവനുണ്ട്. ഉൾവനങ്ങളിൽ മാത്രം താമസിക്കാൻ ഇഷ്ടപ്പെടുന്നതും മനുഷ്യരുടെ സാന്നിധ്യം തീരെ ഇഷ്ടമല്ലാത്തതുമായ ജീവിയാണ് കരിമ്പുലികൾ. ചുരുക്കം പറഞ്ഞാൽ ഒരു പുലി തന്നെയാണ്. അവൻ്റെ ശരീരത്തിലെ നിറവ്യത്യാസമാണ് അവനെ മറ്റു പുലികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. അല്ലാതെ മറ്റു യാതൊരു പ്രത്യേകതകളും അവനില്ല. അതിനു പുറമെ മറ്റു പുലികൾ ഇവയെ അകറ്റി നിർത്തുന്നു. അങ്ങനെ ഒരു ദിവസം കടന്നുപോയി. അന്നത്തെ രാത്രിയിൽ കുടിലിന് സമീപത്ത് കത്തിച്ചു വെച്ച ആ തീയുടെ ജാലകൾ ഞാൻ ജനലിൽ കൂടി നോക്കി നിൽക്കവേ അതിൻ്റെ വെളിച്ചത്തിൽ അങ്ങ് അല്പദൂരം മാറി ഞാനൊരു കാഴ്ച കാണുകയുണ്ടായി. അവിടെ ഉണ്ടായിരുന്ന ഒരു കുടിലിൻ്റെ അരികിലൂടെ ഒരു കറുത്ത രൂപം നടന്നു പോകുന്ന കാഴ്ചയായിരുന്നു അത്. ആദ്യമൊക്കെ എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. പിന്നീട് ഞാൻ വളരെ കൃത്യമായി അത് കണ്ടു. അവൻ്റെ തിളങ്ങുന്ന ആ മഞ്ഞ കണ്ണുകൾ അത് രൂക്ഷമായി എന്നെ തന്നെ നോക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ എൻ്റെ തോക്ക് എടുത്തുകൊണ്ടുവന്ന് അവിടേക്ക് ചൂണ്ടിയപ്പോഴേക്കും അവൻ അവിടുന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. അന്ന് രാത്രിയിൽ അവൻ ആ ഊരിലേക്ക് വന്നതിൻ്റെ എല്ലാ തെളിവുകളും പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ അവിടെ നിന്നും എനിക്ക് ലഭ്യമായി. അവൻ ഈ ഊരിനെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണെന്നും ഇനിയും ഏത് നിമിഷം അവൻ്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം കൂടി ഇവിടേക്ക് വരുമെന്നും ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷം. പിന്നീട് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അടുത്തുള്ള ഗ്രാമത്തിൽ നിന്നും ഒരു ഇടത്തരം കന്നുകാലിയെ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഊരിനുള്ളിലെ ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ കെട്ടിയിട്ടു. അവിടെ നിന്നും ഏറെ ദൂരം മാറിയല്ലാതെയാണ് ഞങ്ങൾ രാത്രിയിൽ വിറക് കഷ്ണങ്ങൾ കൂട്ടിയിട്ട് തീ കത്തിക്കുന്നത്. ഞാൻ എൻ്റെ കുടിലിരുന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കെട്ടിയിരിക്കുന്ന ആ കന്നുകാലിയെ വളരെ വ്യക്തമായി തന്നെ കാണുവാനും സാധിക്കും. അങ്ങനെ രാത്രിയാകുന്നതിനു വേണ്ടി ഞാൻ കാത്തുനിന്നു. നേരം സന്ധ്യയായി. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് അസ്തമിച്ചും കഴിഞ്ഞു. വനവും ഊരുമെല്ലാം ഇരുട്ടിൻ്റെ പിടിയിലേക്ക് പതിയെ മാറി. ഊരിൻ്റെ നടുവിലെ വിറക് കഷ്ണങ്ങൾക്ക് തീയും കൊളുത്തി. ആ വിറകിലേക്ക് പതിയെ തീനാളങ്ങൾ ആളിപ്പടരുകയും അവിടേക്ക് പ്രകാശം പുറപ്പെടുവിക്കുകയും ചെയ്തു. ആ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ അവിടെ കെട്ടിയിരിക്കുന്ന ആ കന്നുകാലിയെയും ആ മരവും അതിന് ചുറ്റുമുള്ള പ്രദേശവും കാണുവാൻ സാധിക്കും. പിന്നെ പതിയെ പതിയെ സമയം ഇഴഞ്ഞു നീങ്ങി. കുടിലിലെ ആ ജനാലയിലൂടെ ഞാൻ എൻ്റെ റൈഫിൽ ആ കന്നുകാലിയുടെ നേരെ ചൂണ്ടി നിന്നു, ഏത് നിമിഷവും കാഞ്ചി വലിക്കുവാൻ വേണ്ടി. രാത്രി ഏറെ വൈകിക്കഴിഞ്ഞിരുന്നു. രാത്രിയുടെ മയക്കം എൻ്റെ കണ്ണുകളെ ബാധിക്കുവാൻ തുടങ്ങി. ഞാൻ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമെന്ന് പോലും എനിക്ക് തോന്നി. അങ്ങനെ പാതി മയങ്ങിയ കണ്ണുകളോടെ ഞാൻ എൻ്റെ മനസ്സിനെ കൈവിടാതെ അവിടേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കവേ
എൻ്റെ മയക്കത്തെ പറിച്ചു കളയുവാൻ പോകുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. ആ തീയുടെ വെളിച്ചത്തിൽ ആ കന്നുകാലിയുടെ സമീപത്ത് നിൽക്കുന്ന 2 തിളങ്ങുന്ന കണ്ണുകൾ. എൻ്റെ കണ്ണിലേക്ക് കടന്നു വന്ന നിദ്രാദേവത വളരെ വേഗം പിന്മാറിപ്പോകുന്ന കാഴ്ച. സുബോധം തിരിച്ചെടുത്തു. തോക്ക് റീലോഡ് ചെയ്തു. എന്നെ അരികിൽ കടന്നിരുന്ന സഹായിയെ ഞാൻ തട്ടി ഉണർത്തി. ഇനിയും ഏത് നിമിഷവും ആ കരിമ്പുലി അവിടെ കെട്ടിയിരിക്കുന്ന കന്നുകാലിയുടെ മുകളിലേക്ക് ചാടി വീഴുമെന്നും ചാടി വീഴുമ്പോൾ തന്നെ ഞാൻ നിറയൊഴിക്കുമെന്നും പറഞ്ഞു. അങ്ങനെ ഏകദേശം 10 മിനിറ്റോളം കടന്നുപോയി. മാറിയും തിരിഞ്ഞും തെളിഞ്ഞു വന്ന മഞ്ഞക്കണ്ണുകൾ പൂർണ്ണമായും ആ പ്രദേശത്ത് നിന്നും അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. അവിടെ കെട്ടിയിരുന്ന ആ കന്നുകാലിയെ പിടികൂടുവാൻ അവൻ വന്നില്ല. പിന്നെ നേരം പുലർന്ന് ഞാൻ അവിടെ മാകെ പരിശോധിച്ചു. മൃഗത്തിനരികിലേക്ക് വരെ നടന്നു വന്നതിൻ്റെ കാൽപ്പാടുകൾ വളരെ വ്യക്തമായി തന്നെ കാണുവാൻ കഴിഞ്ഞുവെങ്കിലും എന്തുകൊണ്ടാണ് ഈ കന്നുകാലിയെ അവൻ ആക്രമിക്കാത്തതെന്ന് മാത്രം എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. ഇനിയും ഒരുപക്ഷേ അവൻ മനുഷ്യ മാംസത്തിന് വേണ്ടിയായിരിക്കാം ഈ ഊരിന് പ്രദേശം മുഴുവൻ ചുറ്റിക്കറങ്ങുന്നത്. മറ്റ് കന്നുകാലികളെ പിടിക്കുവാനുള്ള ഒരു ചിന്തയും അവനിപ്പോൾ ഉണ്ടായിരിക്കുകയില്ല എന്ന ചിന്തയിൽ ഞാൻ എത്തിച്ചേർന്നു. അവനെ പിടിക്കുവാൻ പല പദ്ധതികളും തയ്യാറാക്കി. അതിലൊരു പദ്ധതി ഇങ്ങനെയായിരുന്നു: മനുഷ്യനോട് രൂപസാമ്യമുള്ള ഒരു രൂപം ഉണ്ടാക്കിയെടുക്കുക, അത് ഇരിക്കുന്ന രീതിയിൽ നമ്മുടെ വിറക് കൂട്ടിയിട്ട് കത്തിക്കുന്നതിൻ്റെ സമീപത്ത് അതിനെ ഇരുത്തുക, അവിടെ നിന്നും ദൂരെ മാറിയുള്ള ഞങ്ങളുടെ കുടിലിരുന്ന് വീക്ഷിക്കുക. ഇതായിരുന്നു ഞങ്ങൾ അടുത്തതായി ആസൂത്രണം ചെയ്തത്. അങ്ങനെ വീണ്ടും രാത്രിയായി. അവന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടർന്നു. ഇത്തവണ എന്നെ ഉറക്കം ലെവലേശം തഴുകയില്ല. എൻ്റെ കണ്ണുകളിൽ മയക്കം വന്നതേയില്ല. ഏതു നിമിഷവും കാഞ്ചി വലിക്കുവാൻ തയ്യാറായി. ഇരുട്ടിൽ നിന്ന് നോക്കിയാൽ മനുഷ്യനാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ആ രൂപത്തിലേക്ക് എൻ്റെ തോക്കിൻ്റെ കുഴൽ ചൂണ്ടി ഞാൻ അങ്ങനെയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ഇരുട്ടിൻ്റെ മറവ് മാറി ആ മഞ്ഞക്കണ്ണുകൾ ആ വെളിച്ചത്തിലേക്ക് കടന്നു വന്നു. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് അതിമനോഹരമായ കാഴ്ച. ആ വെളിച്ചത്തിൽ അവൻ്റെ കറുത്ത രൂപം തിളങ്ങുന്നതായി എനിക്ക് തോന്നി. പതിയെ പതിയെ ചുറ്റുപാടും നിരീക്ഷിച്ചുകൊണ്ട് ആ കറുത്ത രൂപം ഞങ്ങൾ വെച്ച ആ കെണിയുടെ അരികിലേക്ക് നടന്നു വന്നു. അതിന് പിന്നിൽ വന്ന് കുതിക്കുവാൻ തയ്യാറായി നിന്നു. പിന്നെ ഒട്ടും സമയം ഞാൻ പാഴാക്കിയില്ല. അവൻ്റെ തലയുടെ നേരെ തന്നെ തോക്ക് ചൂണ്ടി കാഞ്ചി വലിച്ചു. അവൻ കുതിച്ചു ചാടുവാൻ ഒരുങ്ങുന്ന ഒരു നിമിഷം മുന്നേ തന്നെ എൻ്റെ തിര അവൻ്റെ 2 മഞ്ഞക്കണ്ണുകൾക്ക് നടുവിലൂടെ തുളച്ച് പുറത്തേക്ക് കടന്നുപോയി. നമ്മൾ മുന്നേ ആ കന്നുകാലിയെ കെട്ടിയിട്ട് ആ മരത്തിലേക്ക് വന്ന് തറച്ചു കയറുകയും ചെയ്തു. ഒരു പെടച്ചിൽ പോലുമില്ലാതെ അവൻ മറിഞ്ഞു വീഴുകയും ചെയ്തു. ശബ്ദം കേട്ട് ആ ഊര് തന്നെ ഒന്ന് വിറച്ചുപോയി. വളരെ വേഗം കുടിലുകളിൽ താമസിച്ചിരുന്നവർ ആ വലിയ തീനാളത്തിൻ്റെ അരികിലേക്ക് ഓടിയെത്തി. അതിനരികിൽ അനക്കമില്ലാതെ കിടക്കുന്ന കരിമ്പുലിയെ കാണുകയും ചെയ്തു. സാമാന്യം വലിപ്പമുള്ള ഒരു കരിമ്പുലി തന്നെയായിരുന്നു അത്. എൻ്റെ വേട്ടയാടൽ പുസ്തകത്തിലെ ആദ്യത്തെ കരിമ്പുലിയും ഇവൻ തന്നെയായിരുന്നു. ഇതിനു മുന്നേ നിരവധി പുലികളെയും കടുവകളെയും ഞാൻ വേട്ടയാടിയിട്ടുണ്ടെങ്കിലും ഒരു കരിമ്പുലിയെ പിടിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. ഇവൻ്റെ ട്രാക്കുകൾ പിന്തുടർന്ന് വനത്തിലേക്ക് ഒരുപാട് ഇവനെ അലഞ്ഞു നടന്നുവെങ്കിലും ഇത്രയും വേഗം അവനെ കൊലപ്പെടുത്തുവാൻ സാധിക്കുമെന്ന് ഞാൻ ചിന്തിച്ചത് പോലുമില്ലായിരുന്നു. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ എന്ന് പറഞ്ഞ ഈ ചെറിയ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.